ഹായ് ഗായ്സ്. ഓക്കെ, നമ്മൾ പിന്നെ വന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സേലം പോവാണ്. ശ്വേതയുടെ വീട്ടിൽ ഇന്ന് നമ്മൾ ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് സേലം പോവാണ്. ശ്വേതയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് വ്ളോഗൊന്നും എടുക്കാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ശ്വേതയാണ് പറഞ്ഞത് പോകുന്ന വഴിക്ക് ഒരു കൃഷ്ണഗിരിയിൽ ഒരു ഫിഷ് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മീനൊക്കെ കിട്ടുന്ന മീനിൻ്റെ ഡിഷസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ വിചാരിച്ചു എങ്കിൽ ഇതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത് എനിക്ക് എന്താ കൃഷ്ണഗിരിയിൽ എങ്ക ഇത് കറക്റ്റാ ഏതോ ഒരു ഫേമസ് കുറെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതും. അപ്പോൾ നമുക്ക് എന്തായാലും അന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് ബാംഗ്ലൂർ അങ്ങനെ മീൻ കിട്ടാറില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് മീൻ ഒരു സ്ഥലത്ത് പോയി മീൻ കഴിച്ചിട്ട് അത്യാവശ്യം പണി കിട്ടിയതാണ്. കാരണം ഇവിടെ ഫ്രഷ് മീൻ അങ്ങനെ കിട്ടാറില്ല. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഓർഡർ ചെയ്യുന്ന ഫ്രഷ് ടു ഹോം അല്ലെങ്കിൽ എവിടെയെങ്കിലും ലക്കിലി കിട്ടിയാലായി ഫ്രഷ് മീനൊക്കെ. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ആ സൈഡിലോട്ട് ആകുമ്പോഴത്തേക്ക് ഇനി കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഫിഷ് ഷോപ്പ്, ഫിഷിന് മാത്രമായിട്ടുള്ള ഒരു കടയൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല ഫിഷായിരിക്കും വെച്ചേക്കുന്നത്. അറിഞ്ഞുകൂടെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ സമയം ഇപ്പോൾ എന്തായാലും 12:30 നമ്മളൊരു ഇവിടെ നിന്നൊരു 3-3.5 മണിക്കൂറുണ്ട് സേലത്തോട്ട്. അപ്പോൾ ട്രാഫിക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും ഓൺ ദ വേയിൽ നമുക്ക് കൃഷ്ണഗിരിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. பெங்களூர் ஃபிளாட் அதெல்லாம் எடுக்க காட்டுறேன். நான் காட்டுவேன். எங்க காட்டு. லெட்ஸ் ஸ்டார்ட். எஸ், வண்டி எடுக்க அப்படின்னு சொல்லாத. ഓക്കെ ഗായ്സ്, നമ്മളിതാ ട്രാഫിക്കിൽ പെടാൻ പോവുകയാണ്. എല്ലാവരും കണ്ടോളൂ. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെ ഞാനൊരു വ്ളോഗിൽ കണ്ടാണ് ബാംഗ്ലൂരിനെക്കാട്ടിലും ട്രാഫിക് തായ്ലാൻഡിലുണ്ട്. യെസ്, ബാങ്കോക്കിൽ ഇവിടുത്തേക്കാട്ടിലും ട്രാഫിക് ഉണ്ടെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് നേരിട്ടിട്ടുള്ളത് ഇവിടെയാണ്, ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ. അതായത് ഒരു 2 കിലോമീറ്ററൊക്കെ പോണതിന് ഒരു 20-25 മിനിറ്റൊക്കെ ട്രാഫിക്കിൽ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. இங்கே பார்க்குற பிரிட்ஜ் எனக்கு தெரிஞ்சு ஒரு 5-6 இயர்ஸ், அதாவது கோவிட்க்கு முன்னாடிலேருந்து கட்டிட்டு இருக்காங்க. ஆனால் இன்ன வரைக்கும் கட்டி முடிக்கல. അതെനിക്ക് തോന്നുന്നു ഇത് ഈ ആണ്ടിലൊന്നും ഫുള്ള് കൺസ്ട്രക്ഷൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരു 5-6 വർഷമായിട്ട് ഇങ്ങനെ കിടക്കണമെന്ന് പറയുന്നത്. ഞാനിവിടെ ബാംഗ്ലൂർ വന്ന മുതൽ ഈ ബ്രിഡ്ജ് ഓരോ ഇതും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. How is my haircut, guys? நான் முடி வளர்ந்துருச்சு. ശരിക്കും ഇത് ഫ്ലോപ്പായി പോയ ഹെയർ കട്ടാണ്. പക്ഷെ പുറത്ത് കാണിക്കൂല അത്. നമ്മളൊരു സ്ഥലത്ത് പോയി മുടി വെട്ടി, ശ്വേതയ്ക്ക് വേണ്ടിട്ട് ഒരു സ്ഥലത്ത് പോയി മുടി വെട്ടി, ഭയങ്കര നല്ല റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അവിടെ റിവ്യൂ மட்டும் இல்ல, நான் எப்பவுமே அங்கதான் போய் even I have done my hair color and always I do my haircut there. ஆனா வந்து இந்த டைம் எல்லாமே பழைய ஆளுங்களை நான் பார்க்கவே இல்லை. அங்க புதுசா தான் എനിക്ക് തോന്നുന്നു ശ്വേതയുടെ മുടി കിട്ടിയപ്പോഴത്തേക്ക് അവര് വെട്ടി പഠിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. he took me as a trial and he was like I am telling இன்னும் ஷார்ட் பண்ணுங்க he is not even doing. ഈ വെട്ടിയ ആൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അതായത് ഇത്ര വെട്ടണോ എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ നമ്മൾ പിന്നെ വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വെട്ടിയത്. അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു മുടി വെട്ടാൻ സമയത്ത്. ഹൈലൈറ്റ് என்னன்னா சில முடியும் வெட்டவே இல்லை. 2-3 days கழிச்சு I was doing my hair like that. அப்போ வந்து இவ்வளோ பெரிய strands of hair. அப்புறம் வீட்டில் நாங்கள் கட் பண்ணிட்டு இருந்தோம். കൊച്ചു പയ്യനാ വെട്ടിയത്. പക്ഷെ അതിൻ്റെ ഒരു ഷോർട്സ് ഉണ്ട്, അത് മിക്കവാറും ഇടാം. അത് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ.
അങ്ങനെ 2:15 ആയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയത് വന്നിട്ട് 12:30 കഴിഞ്ഞപ്പോഴത്തോണ്ട് ഇറങ്ങിയത്. ജസ്റ്റ് 2 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ നിന്ന് അത്രേ ഉള്ളൂ. ഇനി അവിടെ മീൻ കടയിൽ പോയിട്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. സമയം 3 മണിയൊക്കെ കഴിയും നമ്മളിപ്പോൾ അവിടെ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും അമ്മാതിരി ബ്ലോക്കായിരുന്നു വരുന്ന വഴിയിൽ. അതായത് അത്തിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിന് മുമ്പേ അത് പാസ്സായി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും യൂഷ്വലി പോകുമ്പോഴും. ഇന്ന് അതിൻ്റെ കാട്ടിൽ ഇരട്ടി ബ്ലോക്കിലാണ് നമ്മൾ നിന്ന് വന്നത്. സോ അറിഞ്ഞൂടെ അവിടെ പോയിട്ട് നമ്മൾ കിട്ടുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കുറെ കാലമായി മീൻ കഴിച്ചിട്ട് എനിക്ക് അത് മത്തിയാണ് വാങ്ങിയത്. നമ്മള് മത്തിയാണ് മത്തിയാണ് മേടിച്ചത്. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ ചൂര അങ്ങനത്തെ കഷ്ണമുള്ള മീനുണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ നല്ലതായിരുന്നു. ശ്വേത വെച്ച മീൻകറി നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പീസ് കഴിച്ചില്ല. ഞാൻ அதோட பீஸ் சாப்பிடல. ஃப்ரை நான் அவனுக்காக ஜாஸ்தியா போட்டு நான் வந்து குழம்புல இருக்கிறத சாப்பிட்டேன். அப்படி என்ன சொல்ற? ஜாஸ்தியா போட்டு அதாவது நீ குழம்புல சாப்பிடாதனால உனக்கு நான் ஃப்ரைல போட்டு എനിവേ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കഷ്ണമുള്ള മീനാണ്. നല്ല പീസസ്, നല്ല തുണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മീനുണ്ട്. ரொம்ப ഹൈഫൈയാണ് ആള്. ഹൈഫൈനല്ല, ചൂര. നമ്മുടെ എന്റെ വീട്ടിൽ ചൂര മേടിക്കും എപ്പോഴും. എനിക്ക് അതാണ് അപ്പം താല്പര്യം അങ്ങനത്തെ മീൻ. ഓക്കേ ഗയ്സ്, സീ യാ. അപ്പം നമ്മൾ ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ടോയ്ലറ്റിലും പോകണമായിരുന്നു. അങ്ങനെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. എനിക്കറിയത്തില്ല കേട്ടോ, ഇപ്പോഴും എനിക്കറിയത്തില്ല നമ്മളവിടെ പോകുമ്പം മീനൊക്കെ കിട്ടുമോ, അവിടെ ഫുൾ അടച്ചിട്ട് പോയിരിക്കുമോ അറിയത്തില്ല. இல்லை ஒரு விசுவாசம். என்ன சொன்ன டீ சொல்லுங்க? ஒரு டீ half sugar, ஒரு காஃபி without sugar. Yes, we are diet conscious. சும்மா கார்ல இருந்து ஒரு கப்பே கடிச்சிட்டு இருக்கேன். அது வந்து ரொம்ப நாளைக்கு அப்புறமா நாங்க சாப்பிடணும்னு இன்னைக்கு வச்சாங்க ஊருக்கு போறோம். ഞങ്ങളൊരു ടീ ബ്രേക്ക് എടുത്താണ്. ശ്വേത ഭയങ്കര പരാതി, എവിടെ പോയാലും മലയാളീസ് ആണെന്ന്, ഫുൾ മല്ലൂസ് ആണെന്ന്. ഞങ്ങൾ അവിടെ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മലയാളി, എനിക്കൊന്നും മലയാളി കടയാണെന്ന് തോന്നുന്നു. അത് ഭയങ്കര ബഹളം. ബാംഗ്ലൂർ ഫുള്ള് മലയാളീസ് എന്നാണ് പറയുന്നത്. ഇപ്പം പോകുന്ന വഴിക്ക് എല്ലായിടത്തും മലയാളീസ്. எப்படின்னா பெங்களூர் போய் கன்னடா இல்லை மல்லு மக்கள் அப்படின்னு தேடுறதை விட்டுட்டு இப்போ வந்து எப்படி ஆயிடுச்சுன்னா, பெங்களூர் எங்கே போனாலும் மால் போனாலும் கன்னடா பேசினா ஐயோ கன்னடா அப்படி அந்த மாதிரி தேடுற மாதிரி இருக்கு. மல்லூஸ் தான். என்ன மல்லூஸ்னு என்ன பிரச்சனை? ஒன்றும் பிரச்சனை இல்லை. சரி போலாம், பா. தங்கள் மலைகள் கேட்காது, பூவனங்கள் ഭൂമിക്കു കിട്ടിയ ശ്രീ. നല്ല രസമുണ്ടല്ലേ? ആക്ച്വലി ഈ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. കാരണം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് 2016 ഞാനും ഫ്രണ്ട്സും, നീ കേട്ടത് நம்ம ஆடியன்ஸ் கிட்ட, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെന്നൈ ടു ബാംഗ്ലൂർ ഒരു റോഡ് ട്രിപ്പ് വെച്ചാൽ 2016. അന്ന് ഒരു മറക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക, ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഞങ്ങൾക്ക് 4 പേർക്കും. ഞങ്ങൾ 4 പേരായിട്ടാണ് ഒരു കാറിലാണ് പോയത് ചെന്നൈ ടു ബാംഗ്ലൂർ. ഓ മൈ ഗോഡ്, ഈ സ്ഥലത്ത് വെച്ചാണ് അത്. ഞാൻ വേറൊരു, ഇപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും എല്ലാവരും കൂടെ വരുന്ന സമയത്ത് ഒരു പോഡ്കാസ്റ്റ് എന്തെങ്കിലും ചെയ്യണ സമയത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റോറി പോലെ എല്ലാവരുടെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാം. ഓ മൈ ഗോഡ്, வந்து ஒன்னு கதையை சொல்லியிருக்கணும். இல்லைன்னா என்ன திரும்ப என்ன தெரியுமா, இந்த வழியில வரப்போல திரும்ப என்கிட்ட முதல்ல என்ன அந்த கதையை சொல்லுவான். பெங்களூர்ல நான் வந்து இங்க போனேன், லீலா பேலஸ் முன்னாடி நின்னேன், ஐயோ ஒரு டைமே கேட்க முடியாது அந்த கதை. இதுல நான் வந்து எப்ப நாங்க போனாலும் அந்த கதையை நான் கேட்கணும். നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട്സ് കാണൂലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട്സ് കാണൂലേ? അതായത് ഒരു സ്റ്റോറി തന്നെ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ആം ദാറ്റ് ഗൈ. ഞാനാണ് എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സ്റ്റോറി തന്നെ
എനിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കും ഒരു കഥ തന്നെ. അതെന്റെ കുഴപ്പമാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം തിരക്കുണ്ട് അവിടെ, കിട്ടുമായിരിക്കും. ഇന്ദുമതി ഫിഷ് ഫ്രൈ കടയുടെ പേര്. ഇതാണ് കട. ഇതുണ്ടോ, നമ്മുടെ ഹൈവേ നിന്ന് വരുമ്പോഴത്തേക്കും നേരെ ലെഫ്റ്റിലാണ്. നമ്മൾ സേലം പോകുമ്പോഴത്തേക്കും, ബാംഗ്ലൂരിൽ നിന്ന് സേലം പോകുന്ന വഴിയിൽ നേരെ ലെഫ്റ്റിലാണ് ഈ കട വരുന്നത്. ഇന്ദുമതി ഫിഷ് ഫ്രൈ. ഇതൊരു പാടം പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. പോ എരുക്ക് എന്താ ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ മീശമാധവനുള്ള സൈക്കിളും കൊണ്ട് ദിലീപ് ക്രോസ് ചെയ്യുന്ന സീന ഓർമ്മ വരുന്നത്. കുളിക്കണം വാങ്ങിക്ക. കീഴച്ചാട് മേലെ എന്ത് കീഴപ്പാട് ചാട്. ലൈറ്റ് ആടുത് ദൈവമേ, ആടുന്നു ചെറുതായിട്ട്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ജിലേബി മീൻ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഭയങ്കര സേലത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മീനാണ് ജിലേബി. ജിലേബി മീനും. ഇപ്പോൾ എന്തായാലും സമയം 3:30 ആവാറേ, അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല, വിശപ്പൊക്കെ പോയി. ഇപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കഴിക്കുക എന്നുള്ള സംഭവമാണ്. ജിലേബി മീനും നമ്മൾ ചോറും പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഊണ് പോലത്തെ. ഊണിൽ ഇവിടുത്തെ കറികളൊക്കെ കാണും. എനിക്കൊന്ന് ഫിഷ് കറിയെ കാണും തോന്നുന്നു. ഇവിടെ വേറെ ഒരു മീനും ഇല്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ് കാണണം. ഉള്ള മീൻ ജിലേബി മാത്രമാണ്. അതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്തത്. കൊള്ളായിരിക്കും തോന്നുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുള്ള 3:30 സമയത്തും നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ അടുത്ത് വേറൊരു കടയുണ്ട്. പക്ഷെ അവിടെ അധികം തിരക്കില്ല. ഇവിടെ മാത്രമേ തിരക്കുള്ളൂ. ഇന്ത കട തന്നെ നീ சொன்னது. എനിക്ക് തോന്നുന്നു തിരക്കുള്ളതുകൊണ്ട് കൊള്ളായിരിക്കും കേട്ടോ. കാരണം ഇവിടെ നോക്കി വണ്ടികളൊക്കെ ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ട് ഹൈവേ സൈഡിൽ അത്യാവശ്യം നല്ല തിരക്ക്. ഈ സമയത്ത് കുറേ വണ്ടികളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ആൾക്കാർ വരുന്നു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. എനിക്കിതിൻ്റെ കൈ കഴുകുന്ന സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ ഇവിടെ മീൻ പൊരിക്കുന്നു. എനിക്ക് തീരാറാണ് തോന്നുന്നു. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അത്യാവശ്യം നല്ല കുറേ മീൻ ഉണ്ട്. തീരാറായി കാണണം. ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് നൈസായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത്. വേണ്ട, ഇതെന്നാ റൈസ്? ബസ്മതി റൈസാ? ബിരിയാണി റൈസ് മാതിരി ഇருக்கு. കഴിച്ചോക്ക. நல்லா இருக்கா? ஃபிஷ் ஃப்ரைங்க. എനിക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫിഷ് പോലെ ഉണ്ട്. ഒരു സ്പൈസി ആയിട്ടുള്ള മീൻ കറി കൊള്ളാം. മീൻ കറി മാത്രമേ ഉള്ളൂ, ഫിഷ് ഫ്രൈ വരുന്നേ ഉള്ളൂ. കൊള്ളാം കേട്ടോ. എനിക്കൊന്ന് റൈസ് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. ഫിഷ് കറി നന്നായിട്ടുണ്ട്. നല്ല മുളകിൻ്റെ മസാലയൊക്കെ ഇട്ട് അടിപൊളി. ഇപ്പം കറിയൊക്കെ ഇഷ്ടം പോലെ തരും കേട്ടോ. അൺലിമിറ്റഡ് കറി ആൻഡ് റൈസ് ആണെന്ന് തോന്നുന്നു. പറ, റിവ്യൂ പറ. കൊള്ളാം. ഫ്രൈ വന്നിട്ട് പറയാം. യൂഷ്വലി എനിക്ക് സേലത്തെ ഇങ്ങോട്ടൊക്കെ ഈ കടൽത്തീരം അല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള ഫിഷിന് ഒരു ഡാമിൽ നിന്നൊക്കെ ഉള്ള ഫിഷായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് മിക്കവാർക്കും കിട്ടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ റെയറായിട്ടാണ് അങ്ങനത്തെ ഒരു മണ്ണിൻ്റെ ചുവയില്ലാത്ത ഫിഷൊക്കെ എനിക്ക് കിട്ടുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോക്കാം ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. இங்கே சென்னை என்ன ஃபிஷ் வருது? டேம் மீனா? டேம் மீன் தான். எந்த டேமு?
കുറേ കാലത്തിന് ശേഷം സോറി വീണ്ടും കഴിഞ്ഞ ആഴ്ച കഴിച്ചുള്ളൂ. പക്ഷെ മത്തിക്കറിയാണ്, പക്ഷെ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. കുറച്ച് രസം ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് മീൻകറി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കലക്കിയെടുത്ത് ഇങ്ങനെ കലക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. അമ്പോ പൊളി രസം, സൂപ്പർ രസം. തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രസമൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. രസത്തിന് വേറെ രസമാണ്. ஹோட்டலோட டேஸ்ட் எப்படி இருக்குன்னு வந்து எந்த இதுனாலும் ரசம் வச்சு சொல்லலாம். டேஸ்ட் நல்லா இருக்கு அப்படின்னு ஒரு மெயின் இதை வச்சு ஜட்ஜ் பண்ணணும்னா ரசம் வச்சு ஜட்ஜ் பண்ணலாம். இட்ஸ் வெரி குட். ரசம் വെരി ഫ്ലേവർഫുൾ, നൈസ്. എനിക്കൊരു സ്വഭാവമുണ്ട്, രസം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചവയ്ക്കില്ല. ചോറ് രസത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇന്ന് വിഴുങ്ങും. അതിന് ചവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്നുള്ളത് തോന്നും എപ്പോഴും. യെസ്, അങ്ങനെ നമ്മുടെ മീൻ വന്നിരിക്കുകയാണ്. ജിലേബി ഫിഷ് ഫ്രൈ. ഫിഷ് കണ്ട ശ്വേതയ്ക്ക് പ്രാന്ത. കഴിച്ചു നോക്കാം, ഫിഷ് മാത്രം ഇട്ടെന്ന് കഴിച്ചു നോക്കാം. എല്ലാം ചൂട്. അയ്യാ, ഭയങ്കര ചൂട്. അത് ഞാൻ മുറിച്ച് വെച്ചിരുന്ന പീസ് എടുത്തോണ്ട് പോയി. നല്ല മുരിഞ്ഞ പീസ്. ഓ, ടു ഗുഡ്. ഒരു ടേസ്റ്റും ഇല്ല, ഡാമിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല. അടിപൊളി. നൈസ്. அந்த മസാല സൂപ്പറാണ് ഇരിക്കുക. സാധാരണ ഡാമിൻ്റെ ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഇല്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറൂടെ പറഞ്ഞു തീർക്കാൻ ചോറ് വേണ്ടി വരും. ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞ മസാല. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മസാലയാണ് കണ്ടോ. ഈ പോർഷൻ, ഈ മുരിഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, അതാണ് ടേസ്റ്റ്. നല്ല ഫ്ലേവർ മസാല. ഇത് ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് വരുന്ന സമയത്ത് കിട്ടുന്ന അവരിപ്പോൾ ചിക്കനിലാണെങ്കിലും ഫിഷിലാണെങ്കിലും ഇടുന്ന മസാല തന്നെ വേറൊരു ടേസ്റ്റാണ്. അതെന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? പക്ഷേ അതിന് സെപ്പറേറ്റ് എൻ്റെ വീട്ടിൽ ശ്വേതയുടെ വീട്ടിൽ നിന്നൊരു മസാല ഉണ്ട്. ഇവർ നമുക്ക് ചിക്കനിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മസാല എൻ്റെ വീട്ടിലോട്ട് കൊടുത്തയക്കാറുണ്ട്. കാരണം അതിപ്പോൾ എല്ലാത്തിലും ഇടാം. നമുക്കൊരു ഇപ്പോൾ പൊട്ടറ്റോ കറി വയ്ക്കുകയാണെങ്കിൽ അതിലും ഇടാം. പക്ഷെ അങ്ങനത്തെ എന്ത് കറിയാണെങ്കിലും ആ മസാല ആഡ് ചെയ്തൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ചുകൂടി മീൻ കറി ഒഴിച്ച് നമുക്ക് കഴിച്ചു നോക്കാം. പോതും. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും അടിപൊളിയാണ്. സാധാരണ ഇങ്ങനത്തെ കടയിലൊക്കെ വരുന്ന സമയത്ത് യൂഷ്വലി ഇങ്ങനത്തെ കടയിൽ പോകുമ്പോഴത്തേക്കും ഫാനൊന്നും കാണത്തില്ല, ചൂടായിരിക്കും. പക്ഷേ ഇത് ഹൈവേയുടെ സൈഡിലുണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റിലിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സാധാരണ വേർക്കും. കഴിച്ച് വേർക്കും യൂഷ്വലി. കഴിച്ച് മീനിൻ്റെ സ്കെലിട്ടൺ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ട, മസ്റ്റായി. ഇതിനൊരു അവസാനമില്ലേ? നല്ല കാച്ചാണ് കേട്ടോ. എൻ്റെ ഭാര്യയാണ്ട് പറയാനില്ല. മുന്നാടി പോയി. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ എന്താ ടോള്, കൃഷ്ണഗിരി ടോള് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലാണ് ഇന്ദുമതി ഫിഷ് ഫ്രൈ. ഇതാണ് ഇന്ദുമതി ഫിഷ് ഫ്രൈ. ഗൂഗിൾ മാപ്പിലുണ്ട്, എല്ലാവർക്കും ട്രൈ ചെയ്യാം, വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവഴി പോകുന്ന സമയത്ത് കയറി ട്രൈ ചെയ്യാം. നല്ല ഫിഷ് ഫ്രൈ, നല്ല ആക്ച്വലി രസം സൂപ്പറായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് കിടിലമായിട്ട് തോന്നിയത് രസമാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് മീൻ കറിയും, അതിൻ്റെ കൂട്ടത്തിൽ തരുന്ന മീൻ കറിയും
സൂപ്പറാണ്, സാറ്റിസ്ഫൈഡ്. പിന്നെ മാത്രമല്ല ഭയങ്കര പ്രൈസ്, ഭയങ്കര കാശൊന്നുമില്ല. ഞങ്ങളിപ്പോൾ 2 സാദം മീൻസ് അതായത് 2 മീൽസും പ്ലസ് ഒരു ഫ്രൈയും കൂടെ കഴിച്ചപ്പോഴത്തേക്കും 200 രൂപയുള്ളൂ, വിച്ച് ഈസ് ക്വൈറ്റ് റീസണബിൾ എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും ട്രൈ ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതേപോലത്തുള്ള കുറേ ഫുഡ് വ്ളോഗ്സും പിന്നെ ട്രാവൽ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇനി വരുന്ന വ്ളോഗ്സ് എല്ലാം. സോ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.